നിയമന അംഗീകാരം നൽകാത്ത സർക്കാർ നടപടിയിൽ വലഞ്ഞിരിക്കുകയാണ് എയ്ഡഡ് അധ്യാപകർ. ശമ്പളമില്ല, ആനുകൂല്യങ്ങളില്ല, ഇതെല്ലാം എന്ന് ശരിയാകുമെന്ന് ഉറപ്പുമില്ല, മറുപടിയുമില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു മാർഗങ്ങളില്ലാതെ ദുരിത ജോലിയിൽ തുടരുകയാണ് പലരുടെയും പ്രതികരണങ്ങൾ കേട്ടു കാണാം. ഞങ്ങൾക്ക് ആദ്യം തന്നെ സ്കെയിൽ ഓഫ് പേ കിട്ടുന്നില്ല. 8/11/2021 മുൻപുള്ളവരുടെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം വന്ന സർക്കുലർ വരെയും ഉള്ളത്. അത് കഴിഞ്ഞ് ശേഷം കയറി ഞങ്ങളുടെ കാര്യങ്ങൾക്കൊരു തീരുമാനമില്ല. ഇപ്പോഴും ഡെയിലി വേസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം തസ്തികയിൽ കയറിയിട്ട്, അതുകൂടാതെ വെക്കേഷൻ ഞങ്ങൾക്ക് ശമ്പളമില്ല, പ്രമോഷൻ തടഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. കൂടാതെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങളിൽ ഭൂരിഭാഗം പേരും അനുഭവിക്കുന്നുണ്ട്. ഈ ശമ്പളം വർഷങ്ങളായി കിട്ടാതെ കിടന്നിട്ട് ഇത് പുറത്ത് പറയാൻ പേടിച്ചു നിൽക്കുന്ന അവസ്ഥ കൂടിയുണ്ട് ആളുകൾക്ക്. അങ്ങനെ കുറേ അധ്യാപകർക്ക് പുറത്തേക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. വീടുകളിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടുള്ളവരുണ്ട്, മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഇല്ലാത്ത ടീച്ചേഴ്സുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സ്കെയിൽ ഓഫ് പേയിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. നമുക്ക് ആനുകൂല്യങ്ങളൊന്നുമില്ല. അതേപോലെ നമ്മൾ കയറിയ ഇപ്പോൾ ഭിന്നശേഷി വന്നാൽ തന്നെ നമ്മൾ കയറിയ വർഷങ്ങളിലെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതിൽ ഉറപ്പില്ല. പിന്നെ പ്രമോഷൻ നമുക്ക് നൽകാൻ പേടിയാണ്. കാരണം നമ്മൾ ഡെയിലി ബേസിൽ അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് എല്ലാവരും തന്നെ ബുദ്ധിമുട്ടുന്നത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, ഇവരിൽ പലർക്കും ദിവസവേതനം എന്ന് പറയുന്നത് തുച്ഛമായ പ്രതിഫലമാണ് ലഭിക്കുക. ഒരു സ്കെയിലും ഇവർക്ക് ആ അർത്ഥത്തിൽ ബാധകവുമല്ല. വെക്കേഷൻ സമയത്ത് കിട്ടില്ല, ശനി ഞായർ ദിവസങ്ങളിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുരിതത്തിലാണ്. ഇവരിൽ പലരുമൊക്കെ ചില ഡൊണേഷനൊക്കെ കൊടുത്തവരും ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് ഇവരുടെ ജീവിതം, അലി? തീർച്ചയായും അരുൺകുമാർ, വളരെ ദുരിതമെന്ന് തന്നെ പറയേണ്ടി വരും സംസ്ഥാനത്തെ എയ്ഡഡ് അധ്യാപകരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അധ്യാപിക പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇവരിൽ പലരും വലിയ തുക ഡൊണേഷനായി കൊടുത്താണ് ഇത്തരത്തിൽ ഈ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷകളോട് ഈ ജോലിയിൽ പ്രവേശിച്ചിട്ടും പിന്നീട് ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ദുരിതമാണ്. അതിൽ ഹയർ സെക്കൻഡറിയിൽ മാത്രം 2200ഓളം അധ്യാപകർക്ക് ദിവസവേതനം പോലും കൃത്യമായും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ദയനീയമാണ് ഇവരുടെ അവസ്ഥ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാനേജ്മെന്റുകൾ പല വിധത്തിലാണ് ഇത്തരത്തിലുള്ള അധ്യാപകരോട് പെരുമാറുന്നത്. ഇത്തരത്തിൽ പെട്ടുകിടക്കുന്ന അധ്യാപകരെ പിന്തുണയ്ക്കുന്ന മാനേജ്മെന്റുകളുമുണ്ട്. സമാനമായ രീതിയിൽ ഇവർക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകാത്ത മാനേജ്മെന്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിലാണ് ഈ മനുഷ്യരെല്ലാവരും വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നത്. ഭിന്നശേഷി നിയമനം നടത്തണമെന്നത് അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ അഭിപ്രായം അത് തന്നെയാണ്, നമ്മളും അതിനോടൊപ്പം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ ഇല്ലാതെ വരുമ്പോൾ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കണമെന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതിന് പകരം എന്ത് സംവിധാനം ഒരുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സർക്കാർ അടിയന്തരമായ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ 2021 നവംബർ മുതൽ ഇങ്ങോട്ടേക്ക് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് നമ്മളോട് ഇത്തരത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസബിലിറ്റി ടീച്ചേഴ്സിന് എയ്ഡഡ് അപ്രൂവൽ കിട്ടുന്നില്ല എന്നും കൂടി പറയുന്നുണ്ട്. സർക്കാരും മാനേജ്മെന്റുകളും ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് നിന്ന് തന്നെ ഈ പ്രശ്നത്തെ നേരിടുക എന്നുള്ളതാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആ ജോലി അവർക്ക് കൊടുക്കുക, അതിൽ കൂടി ലാഭമുണ്ടാക്കാൻ മാനേജ്മെന്റുകൾ ശ്രമിക്കരുത്. മാത്രമല്ല, ഈ അധ്യാപകരെ ഇനി ഇങ്ങനെ കാത്തുകാത്തിരുന്നവർ എത്ര കാലം ഇരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട